ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ടുഡേ ഈസ് സൺഡേ വ്ളോഗ്. രാവിലെ തന്നെ ഉമ്മ കുറച്ച് തുണിയും വറ്റലൊക്കെ എടുത്ത് മുകളിലേക്ക് ഉണക്കാൻ പറഞ്ഞയച്ചു. എനിക്ക് ഈ തുണി ഉണക്കാടൽ പണിയും എനിക്ക് മുമ്പത്ത് കാണുന്ന ഈ കുറച്ച് ചില്ലകളൊക്കെ വെട്ടലുമാണ് ഇന്നത്തെ പണി. സൺഡേ ആണെങ്കിൽ എല്ലാവർക്കും ഒഴിവായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് മാത്രം സൺഡേ ഡബിൾ ഇരട്ടി പണിയായിരിക്കും. വീട്ടിൽ കുറച്ച് കൊമ്പും ഇലകളൊക്കെ കണ്ടതുകൊണ്ട് മക്കളൊക്കെ വെളിയിലേക്ക് ഇറങ്ങി. നമ്മുടെ വീടല്ല, വഴിയല്ല, വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീടായതുകൊണ്ട് അവിടെ ആൾതാമസമില്ല. അപ്പോൾ നമ്മളതൊന്ന് വൃത്തിയാക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ചാറി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാനുള്ള വെള്ളം കിട്ടില്ല. അത് കാരണം ഞാൻ എനിക്കുള്ള വെള്ളം നേരത്തെ കാലത്ത് കുപ്പിയിലേക്ക് ആക്കി വയ്ക്കും. സൺഡേ ആയാൽ പിന്നെ ബീഫ് മസ്റ്റാണ്. അപ്പോൾ ബീഫിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊളിച്ച് വെക്കുകയാണ്. പിന്നെ രാവിലേക്ക് റവ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. എല്ലാവരും റവ ഉപ്മാവിന് തക്കാളി ഇടുമെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ ഇടാറുണ്ട്. എല്ലാവർക്കും വെളിയിലാണ് പണി, പക്ഷേ എനിക്ക് മാത്രം അകത്താണ്. അകത്ത് ഞാൻ മാത്രം ആയതുകൊണ്ടാണ് എനിക്കിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയത്. ഞാനിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണുള്ളത്. കുട്ടിക്ക് വയ്യാതായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. റവ വാങ്ങിച്ചിട്ട് വന്ന് വീഡിയോയിൽ കാണിക്കുമ്പോഴാണ് അത് തലതിരിഞ്ഞിട്ടായി കാണിക്കുന്നത് എന്ന്. ശേഷം എന്താ തക്കാളി ഏരിയയിലൊക്കെ ഉണ്ട്. ഞാൻ കുട്ടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഉള്ളിൽ പണിയെടുത്ത്, അല്ലെങ്കിൽ വെളിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പണിയായിരിക്കും. ഇത് കഴിഞ്ഞ് പഴം പുഴുങ്ങാനിട്ടുണ്ടായിരുന്നു. രാവിലത്തെ നാഷ്ട കഴിക്കുമ്പോഴേക്കും സമയം 9:30-10 മണിയാവും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു വിശപ്പ് ആവാനായിരിക്കും. അതുകൊണ്ട് പഴം പുഴുങ്ങൽ രാവിലെ മസ്റ്റാണ്. പഴം ഫ്ലോപ്പായി, കാരണം ഇത്തിരി നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് ആവി വെച്ചെടുക്കേണ്ടതേ ഉള്ളൂ. ഞാൻ കുക്കറിലിട്ട് പുഴുങ്ങിയത് കൊണ്ട് അത് ഒന്നുകൂടെ നല്ല വെന്ത് പോയി. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മരച്ചില്ലകളൊക്കെ നേരാക്കണ ഒരു സമയമായതുകൊണ്ട് ഞാനും കുട്ടിയാണെങ്കിൽ ഉറങ്ങുന്നു. ഞാനും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ എടുത്തിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് നേരാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഉമ്മ അകത്തേക്ക് വന്നു ഉപ്മാവ് ഉണ്ടാക്കി തന്നു. കാരണം ഞാൻ അവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഒരു 12-1 മണി സമയത്ത് ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. നമ്മുടെ സ്വന്തം ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എങ്ങനെ വേണമെങ്കിൽ പോകാം. നമ്മളെടുത്താണ് കേട്ടോ, പ്രൈവറ്റ് ഓട്ടോ എടുത്തതാണ്, വീട്ടിലേക്ക് എടുത്താണ്. ഒരു നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെല്ലിക്ക ഒപ്പം നോക്കി കഴിക്കുന്ന ഒരു തിരക്കാണ്. അപ്പോൾ ഇതങ്ങനെ നല്ല വൈബാണ് പോകുന്നവിടെ. അങ്ങനെ പുഴയുണ്ട്, പുഴ അല്ല, ഒരു ചെറിയ പുഴയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ കൃഷിയുണ്ട്, നെൽകൃഷി, അപ്പുറം ഇപ്പുറം നെൽകൃഷി. പക്ഷെ നല്ല ചൂടുണ്ട്. ഈ ഒരു കാറ്റൊക്കെ കൊള്ളുന്ന സമയത്ത് നല്ലൊരു ആശ്വാസമുണ്ട്. പിന്നെ ഞങ്ങൾ പള്ളിയിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ